അപ്പോൾ പെരുന്നാൾക്കൊന്നും നാട്ടിലേക്ക് എത്താത്തതിൻ്റെ സങ്കടം തീർക്കാനായിട്ട് ഞങ്ങളിന്ന് ഒരു 6 മണിയായപ്പോഴത്തേന് ഒറ്റപ്പാലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇന്ന് ബാഗിൽ മക്കളുടെ ബുക്കൊന്നുമല്ല, ബുക്കൊക്കെ ഒഴിച്ച് തുണികളാണ് ആക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ പൂച്ചാണ്ടി വണ്ടിൻ്റെ സീറ്റും ഇതൊന്നും കീറാക്കാനുണ്ട്, അതൊക്കെ പാടെ അതിൻ്റെ മേലെ വിരിച്ചിരിക്കുന്നത്. അപ്പോൾ നല്ല മഴയായിരുന്നു, അപ്പോൾ അതൊന്ന് ചോരട്ടെ എഴുതിയിട്ട് കാത്തുനിന്നു. വാട്ടർ ബോട്ടിൽ വെള്ളമൊക്കെ ആക്കിയിട്ടുണ്ട്, മക്കളേറ്റ് പോണതല്ലേ. ഞങ്ങൾക്ക് ഒരു ചേച്ചി കൊടുന്നെന്നാ കേട്ടോ. അപ്പോൾ അവൾക്ക് മറ്റവൾക്കുള്ള ഓരി ഞാൻ അവിടെ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് മാറ്റി പുറപ്പെട്ട് ഞങ്ങൾ ബസ് സ്റ്റോപ്പിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ബസ് കാത്ത് നിൽക്കുകയാണ്. അതിൻ്റെ ഇടയിലാണ് ഓൺലൈനിൽ ഞാൻ സെൽഫി സ്റ്റിക്കിൻ്റെ ഓർഡർ ചെയ്തിരുന്നു. അപ്പോൾ അയാൾ വിളിച്ചത്. അപ്പോൾ അതും ബസ് സ്റ്റോപ്പിൽ നിന്ന് തന്നെ കൈപ്പറ്റിയിട്ടുണ്ട്. ആ സമയത്ത് പെരിന്തൽമണ്ണക്കുള്ള ഒരു ബസ് പോയി കിട്ടി. 10-20 മിനിറ്റ് ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്തു കേട്ടോ. എന്നിട്ടാണ് പെരിന്തൽമണ്ണക്ക് ബസ് കിട്ടിയത്. ഞാൻ മാത്രമല്ല അന്ന് എൻ്റെ വീട്ടിലേക്ക് പോകണത്, എൻ്റെ ഏട്ടത്തി ഉണ്ട് കേട്ടോ. അപ്പോൾ അവൾ ചെറുപ്പളശ്ശേരി എത്തിയാൽ വിളിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ അവിടെ നിന്ന് ഇറങ്ങും. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ചാണ് പിന്നെ പെരേക്ക് പോണത് കേട്ടോ. മുന്നത്തെ സീറ്റ് കിട്ടിയിട്ടില്ലെങ്കിലുള്ള അവസ്ഥ അതാണ്. പിന്നെ തിക്കി തിരക്കി അവൻ്റെ മേത്തുനിന്ന് പോവില്ല. അപ്പോൾ അവന് തലവേദനയും വയറുവേദനയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ അങ്ങനെ കടന്നുറങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ പെരിന്തൽമണ്ണ സ്റ്റാൻഡിൽ ഇറങ്ങി. അപ്പോൾ അവർ രണ്ടാളും ക്ഷീണം തീർക്കാൻ വേണ്ടിയിട്ട് 2 വെള്ളച്ചായയും എനിക്കൊരു ചായയും ഒരു പരിപ്പ് കടി എടുത്തു കേട്ടോ. അവർക്ക് ബർഗറും കൂടി വാങ്ങി കൊടുത്തിട്ടുണ്ട്. ഇന്ന് ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ ബസ്സിലൊക്കെ. എന്നിട്ട് പിന്നെ അവിടുന്ന് ഞങ്ങൾ നേരെ ചെറുപ്പളശ്ശേരി ബസ്സാണ് കിട്ടിയത്. ഒറ്റപ്പാലത്തേക്കുള്ള ബസ് കിട്ടിയില്ല. ചിലപ്പോൾ കിട്ടലുണ്ട്, അതിൻ്റെ സമയം കറക്റ്റായിട്ട് എനിക്കറിയില്ല. അപ്പോൾ അവിടെ നിന്നൊക്കെ കയറിയങ്ങാണ്ട് കുറച്ചും കൂടി പോന്നപ്പോഴത്തേന് അവിടെ നിന്ന് എൻ്റെ ഏട്ടത്തി സാജി, അവളുടെ പേര് സാജി എന്നാണ്, അവളവിടെ നിന്ന് പോന്നോക്കണു പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ചെറിയ പെരുന്നാൾക്ക് പോയി പോകുന്നതാണ്. അപ്പോൾ നല്ല ഇടങ്ങറുണ്ടായിരുന്നു കേട്ടോ പെരുന്നാൾക്ക് പോകാനിട്ട്. അപ്പോൾ അത് ഒറ്റപ്പാലത്തെ സ്റ്റാൻഡിലേക്കാണ് കേട്ടോ എത്തുന്നത്. ഏകദേശം നമ്മൾ അവിടേക്ക് എത്തിയിട്ടോ. പിന്നെ ഒറ്റപ്പാലത്ത് നിന്ന് പിന്നെ ഒരു 10 റുപ്യേൻ്റെ ഓട്ടം കൂടി നിൽക്കുന്നുണ്ട്. അവിടുന്ന് പിന്നെ ഒരു ബസ്സും കൂടി മാറിക്കയറാണ്ട് മാറിക്കയറി ഇങ്ങനെ എന്തായാലും എത്തിയിട്ടുണ്ട്. ഇവിടെ അവൾ നമുക്ക് വേണ്ടിയിട്ട് കട്ട വെയിറ്റിംഗ് ആയിരുന്നു കേട്ടോ. എന്തായാലും മക്കളെ മുതലത്തൊക്കെ ഉണ്ട് ഓരോ ബാഗ്.